അപ്പോൾ നമ്മുടെ വിഷു വ്ളോഗ് കഴിഞ്ഞു. അടുത്തത് ഈസ്റ്റർ വ്ളോഗാണ്. കുറേ പേര് പറഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഇടണം, വെയിറ്റിംഗ് ആണെന്ന്. ഈ രണ്ട് നമ്മുടെ വിശേഷങ്ങളുടെയും വ്ളോഗുകൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട, അങ്ങനത്തെ ഒന്നും നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ പിന്നീട് വരുന്നതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് തന്നെയായിരിക്കും. ഇതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് ഇങ്ങനെ കേട്ടോ. പക്ഷേ ഇത് ഓശാനയുടെ അന്ന് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഞാൻ ഈസ്റ്റർ വ്ളോഗിലേക്ക് അത് ഉൾപ്പെടുത്തി. അത് ഒറ്റയ്ക്ക് ഇടാനുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര, പിന്നെ അതുപോലെ തന്നെ തേങ്ങയും കൂടിയിട്ട് നമ്മൾ ആദ്യം വഴറ്റും. നമ്മൾ വരട്ടിയെടുക്കുമല്ലോ നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളുടെ പേജിലാണ് ആദ്യമായിട്ട് കൈ നനയാത്ത നൂലപ്പും കൈ നനയാത്ത പത്തിരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. 3 വർഷമായിട്ടുണ്ടാവും, 4 വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങളുടെ ചാനലിൽ എന്താ അത് നിങ്ങളുടെയാണ്. പക്ഷേ ഇപ്പോൾ അത് ട്രെൻഡിങ് ആണ്. കാരണം എനിക്ക് എന്തായാലും ഉറപ്പ് പറയാൻ പറ്റും, ആദ്യമായിട്ട് യൂട്യൂബിൽ കൈ നനയാതെ നൂലപ്പം എങ്ങനെ ഉണ്ടാക്കാം, കൈ നനയാതെ എങ്ങനെ പത്തിരി ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചത് നമ്മുടെ ചാനലിലായിരുന്നു. വേറെ എവിടെയും നിങ്ങൾക്കത് സംശയം ഉണ്ടെങ്കിൽ ഓരോ റെസിപ്പീസ് നിങ്ങൾ കാണുമ്പോൾ അവരുടെ പബ്ലിഷ് ചെയ്ത ഡേറ്റും നമ്മുടെ ചാനലിൽ കിടക്കുന്ന ഡേറ്റും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഈ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമുള്ള രീതികളിൽ ചെയ്യാം. ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തു, അത് വെച്ചിട്ട് വേറെ ആരും ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയണേ. നമ്മളുടേലായിരുന്നു ആദ്യം കൈ നനയാത്ത രീതിയിൽ ഞാൻ നൂലപ്പം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഐഡിയ എനിക്ക് കിട്ടിയത് ഒരു കന്നഡ അങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് അവർ പച്ചരി അരച്ചതേ ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ രീതിയിലായിരുന്നു അവർ നൂലപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കിങ്ങനെ ഐഡിയ പോയി, അരിപ്പൊടിയിൽ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ. അന്നത്തെ കാലത്ത് ഞാൻ കുറേ യൂട്യൂബിൽ തപ്പിയിട്ടാ അരിപ്പൊടി വെച്ചിട്ട് ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടിട്ടുണ്ടോ എന്നുള്ളത്. അന്ന് ആരും അരിപ്പൊടി വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ചാനലിലാണ് ആദ്യമായിട്ട് അരിപ്പൊടിയിൽ വെള്ളം കലക്കിയിട്ട് കൈ നനയാതെ എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമ്മളാണ് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ സെയിം രീതിയിലാണ് നമ്മൾ ഈ കൊഴുക്കട്ടയും ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വഴറ്റണയിൽ ചുവന്നുള്ളി ഇടണം കേട്ടോ. കാരണം ചുവന്നുള്ളി, നല്ല ജീരകം, ഏലക്ക പൊടിച്ചത് എല്ലാം ഇട്ടിട്ട് ആ തേങ്ങ നല്ലോണം വരട്ടി വെക്കുക. നെയ്യ് ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വരട്ടിയാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പച്ചരി ഞാനൊരു 2 മുതൽ 4 മണിക്കൂർ വരെ കുതിർത്തിയാൽ മതി. അത് നല്ല തരിയില്ലാതെ അരച്ചെടുക്കണം. 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തേക്കണത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കുക. കാരണം കൊഴുക്കട്ട ആകുമ്പോൾ നമുക്കിങ്ങനെ ഇത്തിരി അങ്ങ് ലൂസായി പോകാൻ പാടില്ല. നമുക്ക് ഈ ഒരു മിക്സ് വെച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസുമ്മ വെച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഡോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അട ഉണ്ടാക്കാം, അതുപോലെ കൊഴുക്കട്ട, നൂലപ്പം, പത്തിരി ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയാണ് ഞാൻ പുറമേയുള്ള ആൾക്കാർ ചെയ്യുന്ന കണ്ടേക്കണേ, നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടിട്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആ ഐഡിയ എന്ന് തോന്നിയത്. എന്തുകൊണ്ട് അരിപ്പൊടിയിൽ വെള്ളം ഒഴിച്ചു കൂടാന്ന്. അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു അരിപ്പൊടി കൈ നനയാതെ എങ്ങനെ ഉണ്ടാക്കാം അരിപ്പൊടിയിൽ വെള്ളം ചേർത്തിട്ട് എന്നുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് അപ്പോൾ ഇതേ നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേനും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അരിപ്പൊടിയുടെ പോലെയല്ല, പച്ചരി ഇങ്ങനെ ഇളക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കയ്യിന്. ഇനി ഞാനൊരു സിൽക്കിൻ്റെ ഒരു മാറ്റ് ഇട്ടിട്ട് അതിൻ്റെ മീതെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ വിചാരിക്കും അരിപ്പൊടിയുടെ പോലെ തണുക്കും തോറും ഇത് കട്ടിയായി പോകുന്നു. ഒട്ടുമില്ല കേട്ടോ. നല്ല എന്താ പറയുക, മയമായിട്ടായിരിക്കണേ പച്ചരിയുടെ. ഈ അതിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ പിരിന്ന് വരും നമ്മുടെ അരിപ്പൊടിയാണെങ്കിൽ. പക്ഷെ പച്ചരി ആണെങ്കിൽ ഉണ്ടല്ലോ, അത് എങ്ങനെയായിരുന്നോ കുഴയ്ക്കുമ്പോൾ അതേപോലെ തന്നെ ഡ്രൈ ആവണേ ഇല്ല മാവ് കുഴച്ച് വെച്ചത്. ഞാൻ വിചാരിച്ചു പകുതി എടുത്തിട്ട് ആദ്യം നൂലപ്പം ഉണ്ടാക്കാം. ഞാൻ ഇതുവരെ പച്ചരി അരച്ചിട്ട് നൂലപ്പം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു പകുതി എടുത്ത് നൂലപ്പം ഉണ്ടാക്കാമെന്ന്. പക്ഷേ കൊഴുക്കട്ടയുടെ ടേസ്റ്റ് കാരണം ഞാൻ രണ്ടാമത് ബാക്കിയുള്ള മാവ് നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ബാക്കിയുള്ളത് കൊടുത്തിട്ട് ഞങ്ങൾ കൊഴുക്കട്ട ഉണ്ടാക്കി. അടിപൊളിയായിരുന്നു, നല്ല മയമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. കൊഴുക്കട്ട ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാം. ചിലവർ അതിൻ്റെ അച്ച് ഉപയോഗിക്കും. എനിക്ക് അച്ചിലുണ്ടാക്കണത് ഇഷ്ടമല്ല. പെർഫെക്റ്റ് ആയിട്ട് വരും, പിന്നെ ഷേപ്പുകൾ അതൊക്കെ ഉണ്ടാവുമായിരിക്കാം. എനിക്ക് കയ്യിൽ അത് മെടഞ്ഞെടുക്കണതാണ് എനിക്കിഷ്ടം. എനിക്ക് എന്തോ അച്ചിൽ വെച്ചത് കഴിക്കാൻ എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ മെടഞ്ഞെടുത്തിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. എനിക്ക് നല്ല തിന്നായിരിക്കണം. ഇതിൻ്റെ ആ ഒരു പുറം വശം, അതായത് നമ്മുടെ മാവ് കട്ടിക്ക് ഇരിക്കരുത്, അത് നല്ലോണം കനം കുറയണം. അതിൻ്റെ അരുവശം അതെ, ഉള്ളിലേക്ക് മാത്രമല്ല, നമ്മൾ അതിൻ്റെ അരുവശമൊക്കെ നല്ല കനം കുറയ്ക്കണം. അപ്പോഴാണ് നമ്മളതിനെ മൂട്ടി കൊടുക്കുക എന്ന് വെച്ചാൽ അതിനെ അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മുകൾ വശത്ത് ഒരു ഉണ്ട പോലെ മാവ് വരും. എപ്പോഴും അരുവശവും എല്ലാം ഒരുപോലെ കനം കുറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇതേ ഇങ്ങനെ കൂട്ടണ സമയത്ത്
ഇങ്ങനത്തെ സമയത്ത് ആ എക്സ്ട്രാ വല്ല മാവ് ഉണ്ടെങ്കിൽ അതും മാറ്റി എന്നിട്ട് വെള്ളം തൊട്ടിട്ട് ഷേപ്പാക്കി നല്ല ഭംഗിയിൽ ഉരുട്ടിയെടുക്കുക. അല്ലെങ്കിൽ ആകെ കൂടി ഇങ്ങനെ മാവ് മാത്രമായിരിക്കും അതിൽ. പക്ഷേ ഒരു പ്രത്യേകത ഇതേണ്ട, ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഉരുട്ടി നല്ല ഭംഗിയാക്കിയിട്ട് എടുക്കുക. നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓരോ ഹമ്പ് പോലെ കാണുന്നില്ലേ? ഇത് ഞങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാൻ പറ്റിയില്ല. അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചത്, പക്ഷെ പൊട്ടിച്ചിട്ടുള്ള വീഡിയോ കാണാനില്ല. നല്ല സോഫ്റ്റ് ആയിരുന്നു, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല എയർ ആയിട്ട്. അപ്പോൾ കൊഴുക്കട്ട അതിൻ്റെ പരിപാടി കഴിഞ്ഞു. കണ്ടോ, അതിൻ്റെ മാവ് ഒട്ടും ഡ്രൈ അല്ല കേട്ടോ, നിങ്ങൾക്കത് എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. പിന്നെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ കട്ട്ലറ്റ്. ഈസ്റ്റർ, ക്രിസ്മസ് എല്ലാത്തിനും കട്ട്ലറ്റ് ഉണ്ടാക്കാറുണ്ട്. ബീഫാണ് സ്വതവേ ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം ഞങ്ങൾ ചെമ്മീനാണ്. ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കട്ട്ലറ്റിന്. ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം, അധികം ഒഴിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചെമ്മീനിൽ വെള്ളമുണ്ട്, പിന്നെ അധികം നേരം ഇട്ടിട്ട് നമുക്ക് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, വേറെ ഒന്നും ഇടരുത്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഒരു 10 മിനിറ്റ്. അതവിടെ വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കണ്ടേ? അപ്പല്ലാതെ എന്ത് ഈസ്റ്റർ. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി, നല്ല ഇനം പച്ചരി എടുക്കുക കേട്ടോ. ഞാൻ ഇത് ഏതായിരുന്നു കമ്പനി എനിക്ക് ഓർമ്മ കിട്ടണില്ല, കാണാൻ പറ്റണില്ലല്ലോ. ഡബിൾ ഹോൾസാണ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ പച്ചരിയാണ് ഞാൻ എടുക്കാറ്. സോന മസൂരി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള പാക്കറ്റാണ് ഞാൻ എടുക്കാറ് കേട്ടോ. നല്ലവും 2-3 പ്രാവശ്യമൊക്കെ കഴുകണം. ഞാനിപ്പോൾ അത് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കണില്ല. എന്നിട്ട് ഒരു 2 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുക. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കട്ട്ലേറ്റിലേക്കുള്ള ഒരു പൊട്ടറ്റോയും ഒരു ചെറിയ ക്യാരറ്റ്. ചെമ്മീൻ ആയതുകൊണ്ട് ഓൾറെഡി നമ്മുടെ ചെമ്മീൻ്റെ ഒരു മധുരം നമ്മുടെ കട്ട്ലേറ്റിന് ഉണ്ടാവും. അപ്പോൾ ബീഫ് ആകുമ്പോഴാണ് ക്യാരറ്റൊക്കെ കൂടുതൽ ഇടേണ്ടത്. അല്ലെങ്കിൽ ക്യാരറ്റ് ഒരെണ്ണം മതി. അത് കുക്കറിൽ വെള്ളം തൊടാതെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുക. ആ നേരം കൊണ്ട് ഏറ്റവും വലിയ ടാസ്ക്കാണ്. ബീഫ് കട്ട്ലേറ്റിനാണെങ്കിലും ഏത് കട്ട്ലേറ്റിനാണെങ്കിലും ഞാൻ ചുവന്നുള്ളി ഉപയോഗിക്കുള്ളൂ. അത് നന്നാക്കി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. ഞാനത് പാദം പുറത്ത് കയറി ഇരുന്നിട്ട് നന്നാക്കാറ്. എന്തുണ്ടായാലും വേണ്ടില്ല, അവിടെ കയറിയിരിക്കും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 350 ഗ്രാം ചുവന്നുള്ളി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സിയിൽ ഇങ്ങനെ കിറുക്കിറാക്കി എടുക്കുക. ചതഞ്ഞ് ഇങ്ങനെ വെള്ളം പോലെ ആവരുത് കേട്ടോ. 2 പ്രാവശ്യം അത്രേ വേണ്ടൂ. ആ നേരം കൊണ്ട് നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ചോളൂ. വെള്ളം കളയരുത്, അതിൻ്റെ സത്ത മൊത്തം അതിലുണ്ടാവണം. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഞാൻ മിക്സിയിൽ ഇടാറില്ല, കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി ഉടച്ചെടുക്കുക ചെയ്യാറ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിൽ ഇടാം കേട്ടോ. ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക ചെയ്യാറ്, എനിക്കിങ്ങനെ കടിക്കാൻ കിട്ടണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇത് വഴറ്റാൻ വയ്ക്കുക ഡയറക്റ്റ് തീയിൽ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓയിലിലാണ് ഇനി ഇത് പൊരിക്കണത്. കട്ട്ലറ്റ് പൊരിക്കണമെങ്കിൽ ഓയിലിൽ തന്നെ മസാല ഉണ്ടാക്കുക. വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കുക. അല്ലാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിത് കട്ട്ലറ്റ് പൊരിക്കണ നേരത്ത് പത വരും ഭയങ്കരമായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു വിസിലടിക്കുമ്പോഴത്തേനും നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ട് അതൊന്ന് ചതച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക, മൊത്തത്തിൽ ക്യാരറ്റും കൂടിയിട്ട്. അപ്പോഴത്തേനും നമ്മുടെ ചുവന്നുള്ളിയുടെ മസാലയും ഇവിടെ നല്ല വഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിന്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, വീണ്ടും അതെ കുറച്ചീശ എല്ലാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ട് നല്ല ഒന്ന് വഴറ്റുക. കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ചേർത്തിട്ട് നല്ല ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മുടെ പ്രോൺസും അതുപോലെ തന്നെ ക്യാരറ്റും നമ്മുടെ പൊട്ടറ്റോയും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചത് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഭയങ്കര മണമാണ് കേട്ടോ, നല്ലൊരു കൂട്ടാണിത്. ഒരു ചെറിയ ഒരു മധുരം ഉണ്ടാവും കേട്ടോ നമ്മുടെ പ്രോൺസ് കട്ട്ലേറ്റിന്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൽ ഞാനൊരു 10 മിനിറ്റ്, പച്ചരി ഒരു 2 മണിക്കൂർ കുതിർത്തിയാൽ മതി. അവൽ ഒരു കപ്പ് പച്ചരി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് അവൽ, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ ഒക്കെ പഞ്ചസാര, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച്, 1/2 ടീസ്പൂണ് ഈസ്റ്റ്, വെള്ളം ഒരു 3/4 കപ്പും ചേർത്തിട്ട് അപ്പത്തിനുള്ള മാവ് അരച്ചു വയ്ക്കുക. നിങ്ങൾക്ക് കറക്റ്റ് അളവും കാര്യങ്ങളുമായിട്ട് അതിൻ്റെ റെസിപ്പികൾ കാണിക്കണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോകളായിട്ട് കാണിക്കാം. അല്ലാതെ നമ്മൾ ഇതിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ ലെങ്ത്ത് ഭയങ്കരമായിട്ട് പോവുകയാണ്. അതാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത് വ്യക്തമായിട്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തി റെസിപ്പീസ് ഞാൻ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോഴത്തേനും നമ്മുടെ റൊട്ടിപ്പൊടിയിൽ നമ്മളിത് മുക്കിയിട്ട് കട്ട്ലറ്റ് മുക്കിയിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ ആക്കി വയ്ക്കുക. ഇത്രയും കട്ട്ലറ്റ് നമുക്ക് കിട്ടിയിട്ടോ.
ഒരു 3-4 മണിക്കൂറാകുമ്പോഴത്തേനും അപ്പത്തിൻ്റെ മാവും പുളിച്ച് വന്നിട്ടുണ്ട്. നല്ല പതഞ്ഞ് പഞ്ഞിക്കെട്ട് പോലെ വന്നിട്ടുണ്ട്. അവല് മാത്രമാണ്, അവലും പച്ചരിയും ഈസ്റ്റും പഞ്ചസാരയും അത്രയും മതി. നമുക്ക് കിണ്ണത്തിൽ കോരി ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അതിലാ ഒരു പാട് കാണണതേ ആ പാത്രത്തിന് ഓട്ടയായി കിണ്ണത്തിന്. പക്ഷെ എന്തോ വട്ടയപ്പം ചോർന്നു പോകണില്ല. അപ്പോൾ ഇതേ ഒരു 10-15 മിനിറ്റ് വേവിക്കുമ്പോഴത്തേനും നല്ല മയമുള്ള ഇതാണ് നമ്മുടെ പഞ്ഞിക്കെട്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ഇതിലേക്കൊക്കെ നമ്മൾ മീൻചാറ് അല്ലെങ്കിൽ സ്റ്റൂ എന്തെങ്കിലുമൊക്കെ കുറുമയൊക്കെ ഒഴിച്ചാണ്ടല്ലോ ഇങ്ങനെ വീർത്ത് വരും. അതുപോലത്തെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവില്ലേ ഞാൻ എന്തിനാ ഇനി പറഞ്ഞ് ചളാക്കണേ. ഞാൻ നമ്മുടെ പഴയ കുക്കിംഗ് വീഡിയോയിൽ പറയുന്ന പോലെ പഞ്ഞിക്കുട്ടി പോലത്തെ സാധനമാണ്. എന്തൊരു സോഫ്റ്റാണെന്ന് അറിയോ കഴിക്കാനായിട്ടും, വെറുതെ കഴിക്കാനും എന്ത് ടേസ്റ്റാണ്. അപ്പോഴത്തേനും ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് മീൻ പാൽക്കറി വെക്കുക ചെയ്തത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മുടെ തൃശ്ശൂർക്കാരുടെ പോലെ അങ്ങനത്തെ മീൻകറി വെച്ചു. പിന്നെ വൈകുന്നേരം 11:30 കുർബാന ഉണ്ടായിരുന്നു ഈസ്റ്ററിൻ്റെ. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോകുന്നതിൻ്റെ ക്ലിയർ അല്ല കേട്ടോ, ലൈറ്റ് ഉണ്ടാകുന്നില്ല. ഞാൻ ഓൾറെഡി വീട്ടിൽ ഡിം ലൈറ്റാണ് ഇടാറ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിലേക്ക് അത് പെട്ടെന്ന് ഇറങ്ങണ തിരക്കിലേ അത് മറന്നുപോയി. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ നോമ്പ് വീടുന്നത്. ഞങ്ങൾക്ക് നൊയമ്പുണ്ടായിരുന്നു ഇറച്ചിക്കും മീനിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നൊയമ്പുണ്ടായിരുന്നുകൊണ്ട് വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. ഈ കട്ട്ലറ്റ് ഉണ്ടാക്കി വെച്ചു, വന്നിട്ട് വറുത്തു. അതിന് പകുതി വിജുചേട്ടൻ പൊട്ടിച്ച് കഴിച്ചു കേട്ടോ. ഇത് നമ്മുടെ സ്റ്റെയിനി കൊടുത്ത് കിട്ട ബീഫായിരുന്നു. ഞങ്ങൾ സവോളയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഇത്തിരി ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. വിജുചേട്ടനാണ് സെറ്റാക്കി തന്നെ കേട്ടോ. എനിക്ക് ഓൾറെഡി വയ്യാതെ ഇത് ഷൂട്ട് ചെയ്യലും ഉണ്ടാക്കലൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേനും. പിന്നെ എന്താണ് ഇപ്പുറത്ത് അടിപൊളിയായിട്ടില്ലേ അപ്പം നോക്കി ഇങ്ങനെ ചാറിലേക്ക് ഇങ്ങനെ പുതാന്നെ ഇരിക്കും ആ മീൻ ചാറിൽ മുക്കി കഴിക്കാനായിട്ട്. എനിക്ക് എൻ്റെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് കൊതിയായിട്ട് പാടില്ലായിരുന്നു. കട്ട്ലേറ്റ് അതിലേറെ ടേസ്റ്റ് ആയിരുന്നു, ഒരു പ്രത്യേക മണം, ചെമ്മീൻ്റെ മണം പിന്നെ പറയണ്ടല്ലോ. കട്ട്ലേറ്റ് വറക്കുമ്പോഴും അത് അസഹനീയമായിരുന്നു. ഇതാ മീൻചാറിലോ നമ്മൾ ഏതിലേക്കും ഈ അപ്പം അത്രയും ടേസ്റ്റി ആയിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ, ഞാൻ 100% ഉറപ്പ് പറയാം. അല്ലാതെ ഇങ്ങനെ പിളിന്നതിനെ ആവില്ല. ഇതിനെ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരും, അല്ലാതെ ഇങ്ങനെ പളുങ്ങിയിരിക്കില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് ചേട്ടൻ്റെ അവിടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെ അവർ സാധാ വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡിൻ്റെ മാത്രം വീഡിയോ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈസ്റ്റർ ആഘോഷങ്ങൾ. കാരണം പിറ്റത്തെ ദിവസത്തെ എനിക്ക് കാണിക്കാൻ ഞാൻ പറഞ്ഞല്ലോ അവിടെയായിരുന്നു ഫുഡ്. അപ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും കാണിക്കാനുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ നൊയമ്പ് വീടിൽ ഇറച്ചിക്ക് മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോയി വന്ന് നമ്മൾ സാവധാനം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, എൻജോയ് ചെയ്ത് കുറേ നേരമായിട്ടൊക്കെ എടുക്കുമ്പോഴൊക്കെ പുലർച്ചെ 4:30-5 ആയിട്ടുണ്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസ്റ്റർ ആഘോഷം. ഇനി ഇതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.